ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കില്ലർ ഗെയിം. അപ്പോൾ നമ്മൾ കളിക്കാൻ നമ്മുടെ ഗെയിം പേര് നിഞ്ചൻബേക്ക് ടൈം 3D. നമ്മൾ ഇത്രയും ദിവസം എന്താണ് ഗൈസ് വീഡിയോ ഇടാത്തതെന്ന് അറിയോ ആർക്കെങ്കിലും? നമ്മൾ ഇത് ഫോണ് കംപ്ലൈൻ്റ് ആയിരുന്നു ഗൈസ്. നമുക്കിപ്പം ഇപ്പോഴാണ് എല്ലാം റെഡിയായി കിട്ടിയത് ഫോണൊക്കെ. അപ്പം റെഡി ആയാലും നമുക്ക് ഇത് ഫോൺ വാങ്ങിച്ചത്. മോട്ടോ എങ്ങനെയുണ്ട്? മോട്ടോ ആണോ മോട്ടറാണോ എന്തോട്ടെ കണ്ടോ? എൻ്റെ മോനെ ഇപ്പോഴും ഇതുണ്ടോ? തണുപ്പ് കണ്ടോ? കൂളിങ് 40°. പൊള്ളിയല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫോൺ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പം ഇന്ന് നമുക്ക് നാട്ടിൽ പോകണം ഗൈസ്. അതായത് ഗെയിമിൽ നമുക്ക് നാട്ടിൽ പോകണം. കുറേ നാളെ നമ്മൾ കുളിച്ചിട്ട് പോയി കുളിക്കട്ടെ ആദ്യം. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ മാത്രം. അങ്ങനെ പറഞ്ഞ് ഞാനും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. ഓക്കെ, അപ്പം ഇത് കണ്ടോ, നമുക്ക് നീന്തി കുളിക്കാം. നന്നായിട്ട് ആദ്യം ഒന്ന് കുളിക്കണം. കുറേ കുളിച്ചിട്ട് നമ്മൾ ഡൈവൊക്കെ അടിച്ച് കയറിക്കോ, അത്രേ ഉള്ളൂ. നല്ല ഫോറസ്റ്റ് ഇത് കിടക്കുന്നുണ്ടോ അവിടെ വണ്ടി? കുട്ടാ ഓക്കെ ചേട്ടാ, ഞാൻ നാട്ടിൽ പോണേ വന്നിട്ടിരിക്കും. പക്ഷേ ഈ വണ്ടീനൊക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യും, ബാക്കിലോട്ടിടാം. ഇല്ലെങ്കിൽ വീടിൻ്റെ അകത്തോട്ട് കയറ്റിയാ വേണ്ട. നമുക്ക് ഈ വണ്ടീനെ എടുത്തിട്ട് ബാക്കിലോട്ടിടാം. അറിയത്തില്ല, ഞാൻ പോണ സമയത്തില്ലേ ചിലപ്പം ആൾക്കാർ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകും ഗൈസ്. KTM കൂടി എടുക്കാം. ഇല്ലേ ഫോണ് ചൂടാകുന്നു പെട്ടെന്ന്. 2 വണ്ടി ഇവിടെ ഇടാം. KTMനകത്ത് കയറ്റാം. എന്താ പറയുക, KTMനകത്ത് വീടിൻ്റെ അകത്ത് കയറ്റാം. ഇവനൊക്കെ വേറെ ആരുടെയും കൈ കൊടുത്തിട്ട് പോകാമെന്ന് വെച്ചാൽ ശരിയാവൂല. ദിവസം അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ല. അച്ഛനും പുറത്ത് പോയി. ഇനി കറണ്ട് ഉണ്ടായി ഞാൻ പോകുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവർ വരണം. ഇവനൊക്കെ അകത്തോട്ട് കയറ്റി വെക്കാം. ഭയങ്കര വിലയാണ്. പണിയെല്ലാം കൂടി തീർത്തപ്പം ഭയങ്കര വില. എൻ്റെ അമ്മ തടി തട്ടുക ഇല്ല. ഇവിടെ ഒന്നും വെക്കണ്ട, അകത്തൊക്കെ കയറി മുകളിലോട്ട് എടുക്കത്തില്ല. ഇല്ലെങ്കിൽ പഴയ വീട്ടിൽ കൊണ്ടാക്കണം. പഴയ വീട്ടിൽ വെച്ച് സീനാണ്. പഴയ വീട്ടിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ മോഷ്ടിക്കാനൊക്കെ നോക്കിയതാണ്. അയ്യോ KTMൻ്റെ പവർ, എൻ്റെ അമ്മ KTMൻ്റെ പവർ നിങ്ങൾക്കൊന്നും അറിയാതാണ്. ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് വണ്ടിയിൽ ഒളിപ്പിച്ച് വെക്കാൻ പറ്റിയ സ്ഥലം. KTM കയറുന്നില്ലേ? എൻ്റെ ഓനെ KTM കയറുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ? KTM കയറും അല്ലേ? ഇത്രേ ഉള്ളൂ. KTM കയറാത്ത കയറ്റം വല്ലതും ഉണ്ടോ? പൊള്ളി. നമുക്കൊരു വണ്ടി, നമുക്ക് അടുത്ത വീഡിയോ നമുക്കൊരു വണ്ടി എടുക്കണം ഗൈസ്. അത് പൊളി വണ്ടി എടുക്കണം. അയ്യോ എന്ത് ഇങ്ങോട്ടൊക്കെ കയറണ? അങ്ങോട്ട് ഇറങ്ങാ. ചത്തി ഗൈസ്. നാളെ അടുത്ത വീഡിയോ വരും. നാളെ എന്തായാലും നമ്മൾ ഇതൊരു വീഡിയോ ഇടും കേട്ടോ, ഒന്നും താമസിക്കത്തില്ല. പോവാം. അയ്യോ ഡ്രസ്സ് മാറിയില്ല, ആരും കാണണ്ട ഇവിടെ. നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ മാറി നമ്മൾ കുട്ടപ്പനായി ഗൈസ്. കേറാ. ഓക്കെ, അപ്പം നമ്മൾ എന്തിനാണ് പോകുന്നത്? നമുക്ക് താറി പോയാൽ പോരെ? നമുക്ക് എയർപോർട്ടിൽ പോകണം. എന്നിട്ട് പ്ലെയിൻ ഉണ്ടാവും, പ്ലെയിനിൽ കയറി പോകണം. പോവാം.
ചൂടാവും കേട്ടോ. ഈ ഗെയിമിന് എപ്പോഴും ഉള്ളത്, ഈ ഗെയിം കളിക്കുമ്പോൾ പെട്ടെന്ന് മൊത്തം ചൂടാവും. അതാ ഞാൻ ഇടക്കൊക്കെ എടുത്ത് നോക്കും. അപ്പം അല്ല പറഞ്ഞിരിക്കാൻ നാട്ടിൽ പോകണം. ഇതേ കാശ് നമ്മൾ അച്ഛനും അമ്മയും പോകുന്നു പറയട്ടെ. അച്ഛനെ പോണേ. അയ്യോ അച്ഛനെ തട്ടി അറിയാണ്ട്. കുഴപ്പമില്ല, അച്ഛൻ പൊക്കോളൂ, ബോധം വരണം. അമ്മ ഞാൻ പോണേ അമ്മ. ഓക്കെ ഓക്കെ മോനെ. അമ്മ അതാ അച്ഛനെ കൊണ്ടോ, അച്ഛൻ്റെ ഇവിടെ കിടക്കണ. അച്ഛനെ ഞാൻ കൊണ്ടുവെക്കണം, അയാൾ കുറച്ച് മിനിറ്റ് വന്നോളൂ. ആ ഓക്കേട്ടാ. അച്ഛനെ ചെറുതായിട്ട് ഒറ്റ അച്ഛൻ കിട്ടിയോളൂ. അച്ഛൻ ചെറുതായിട്ടൊന്നും പറയുന്നു. അയ്യോ നമുക്കൊണ്ട് പ്ലെയിൻ ഏതായിരുന്നു? ഇതാണോ? അതല്ല നമുക്ക് ഏത് പ്ലെയിനിലാണ് പോകേണ്ടതെന്ന് അറിയുന്നില്ലല്ലോ. ഇതാണോ? ഇതൊന്നുമല്ല. അയ്യോ വണ്ടി മതിയില്ല, വണ്ടി മതിയില്ല. സ്റ്റണ്ട് എങ്ങനെയുണ്ട് ഗൈസ്? സ്റ്റണ്ടാ. ഈ പ്ലെയിൻ ആണോ? ശരിടാ, ഇത് നമുക്ക് മാത്രമുള്ള പ്ലെയിൻ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ ഭയങ്കര ഫേമസ് അല്ലേ, അതുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രമുള്ള പ്ലെയിൻ. നമുക്ക് കയറി ഇരിക്കാൻ ഡ്രൈവർ വരട്ടെ. അല്ല ഡ്രൈവറിന് നമുക്ക് തന്നെ ഓടിക്കാൻ കഴിയും. ഡ്രൈവറൊന്നും പോവാം. ഓക്കെ ഞാൻ ഇവിടുന്ന് പോവാണ്. ഈ പ്ലെയിൻ എന്തോ കുഴപ്പമാണെന്ന് തോന്നുന്നു. എന്തോ ഓണാകത്തെ കൊടുത്തിട്ട് പോകുന്നില്ല. ഞാൻ ആക്സിഡൻറ്റ് നെക്കി പിടിച്ചേക്കുക. ഇത് പോകുന്നില്ല പ്ലെയിൻ. ആ റെഡി. എന്തോ കുഴപ്പമുണ്ട്, ഇത് കൊണ്ട് പോണോ? കുഴപ്പമില്ല, പോവാൻ. പൊക്കിക്കോ. അയ്യോ എൻ്റെ അമ്മേ. നേരെ ഇപ്പോഴേ നേരെ ആക്കട്ടെ. വെയിറ്റ്. നമ്മൾ ആലപ്പുഴയാണ് നമ്മളെ നാട്. നമുക്ക് തിരുവനന്തപുരം. അയ്യോ ഗൈസ് പ്ലെയിൻ താഴത്തോട്ട് പോകുന്നു ഗൈസ്. ലാൻഡ് ചെയ്യണം. വെയിറ്റ്. പ്ലെയിൻ അടിച്ച് ഗൈസ്. ശരിയാവും. പൊക്കോ. പ്ലെയിൻ എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്യണം ഗൈസ്. ഇല്ലെങ്കിൽ ശരിയാവില്ല. എന്ത് ഓ പൊക്കോ. വെള്ളത്തിൽ പോയി. ഇറങ്ങോ വെള്ളത്തിൽ നിന്ന് ഇറങ്ങ. ഗൈസ് ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആയി. അപ്പോൾ ഓക്കെ നമ്മൾ കയറി. കുഴപ്പമൊന്നുമില്ല ഗൈസ്, നമുക്ക് പോവാം. ഗൈസ് നമ്മളുടെ താറ് കാണാനില്ല, കുഴപ്പമില്ല, ഇതിൽ പോവാം. KTM ബാക്കില്ല, ഇതെടുത്തോണ്ട് പോവാം, കുഴപ്പമില്ല. ഇത് ഞാൻ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് പോകും. നമ്മൾ ആശുപത്രിയിൽ പോയിരുന്നു ഗൈസ്, റെഡി ആയിട്ട്, കുഴപ്പമൊന്നുമില്ല. അയ്യോ ഗൈസ് വണ്ടി കത്തി. മൊത്തം ആക്സിഡന്റ് ആണല്ലോ. അയ്യോ ചേച്ചി മാറ്. അവനൊക്കെ എന്തുവാ കാണിക്കുന്നത്? കൊടുക്കില്ല അവന്. ഇവിടെ എന്തിന് എല്ലാത്തിനും കൊടുക്കും. അതേത് വണ്ടി എല്ലാത്തിനും തീർക്കാം. ആപ്പിൾ
നിനക്ക് ഞാൻ വെടിവെച്ച് തന്നെ ആവശ്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ നീങ്ങിട്ടെ ഒന്ന് എല്ലാത്തിനും തരാം വീട്ടിൽ ഇപ്പൊ തരാം. അവനൊക്കെ എൻ്റെ അടുത്ത് കളിക്കണേ അവൻ്റെ വണ്ടി അവനും എല്ലാം എൻ്റെ അടുത്ത് പോ എല്ലാം ഇതാടെ ഇടിച്ചിട്ടുണ്ടാ നീയൊക്കെ എന്താ വെടി വെക്കണോ നിനക്കൊക്കെ ഇനി ഒന്നും ശരിയാവില്ല വണ്ടി എടുക്കാം എടാ നാട്ടിൽ പോകണ ഞാനാണ് എൻ്റെ വാടാ ഇല്ലണോ വാ 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 കൂടുതൽ അഹങ്കാരം കാണിച്ചോണ്ടല്ലോ ഇറങ്ങി ഇടിക്കുന്നു എല്ലാത്തിനെ മര്യാദക്ക് അങ്ങ് പോവാന്ന് വെച്ചാൽ പോയാടോ ഞാൻ സമ്മതിക്കണല്ലോ ഇത് തരാം വാ ഇല്ല ഇല്ലാണോ എന്തിയോ വാ വണ്ടിക്കണം വലിയ പ്രശ്നം നോക്കതിനെ എല്ലാത്തിനും അറിയാണ്ട് വണ്ടി മാറ്റാ അടുത്ത വണ്ടി നമുക്ക് ഇവിടുന്ന് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം ഗൈസ്. നാട്ടിൽ പോക്കൊന്നും നടത്തക്കത്തില്ല ഈ പൊട്ടന്മാരുടെ കൂടെ മാറടാ എനിക്ക് നാട്ടിൽ പോണോടാ. പക്ഷേ ഈ റാമ്പിൽ കയറി ഞാൻ ചാടിക്കാൻ പോവാ. നമുക്ക് ഷണ്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന റാമ്പാ അന്നും വിഷയം നിന്റെ മുകളിൽ കൂടെ ചാടിയാൻ ചാട് വരെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ട്രെയിൻ എടുത്ത് പോകേണ്ടി വരും മിക്കാറ്. നമുക്ക് ട്രെയിൻ എടുത്ത് പോകാം ഗൈസ്. ഇറങ്ങി എല്ലാത്തിനും പോലും നമ്മൾ പോലീസിനെ വിളിച്ച് അറിയിച്ചു കൊടുത്തവന്മാർ ഇവിടെ കുറച്ച് പേരുണ്ട്. അവന്മാർക്ക് എല്ലാത്തിനും കൊടുക്കട്ടോ. കുറച്ച് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ നാട്ടുകാർക്ക് ഭയങ്കര കുഴപ്പമില്ല. ഇവന്മാരാണ് വിളിച്ച് പോലീസിനൊക്കെ വിളിച്ച് അറിയിച്ചു കൊടുക്കുന്നത്. കുറച്ച് പേര് എത്തിയാ ആൾക്കാരെ നിങ്ങളെ കാത്തിരിക്കുന്നു. എവിടെ ആരാ വിളിച്ചത്? എവിടെ നടപടിയിരിക്കുന്നു? ആ ഇവിടെ ശിവനെ സീന പോവാ. നമുക്ക് ട്രെയിൻ എടുക്കാൻ ഇത് വണ്ടി വേണമല്ല. ട്രെയിൻ എടുത്ത് നമുക്ക് ഇവിടുന്ന് നാട് വിടാം. അല്ലാണ്ട് പൊന്നു ചെയ്യാൻ പറ്റില്ല. എടുത്തോ വിട്ടോ ട്രെയിൻ എടുത്ത് നമുക്ക് ഇവിടുന്ന് നാട് വിടാം ഗൈസ്. നമ്മളെ പുതിയ വീട് നമ്മൾ ഈ വീട്ടിലോട്ട് ഇനി താമസമാണ്. നമ്മൾ പണി കഴിഞ്ഞില്ല, കുറച്ചും കൂടി ഉണ്ട്. ചെറിയ അകത്ത് പരിപാടികളൊക്കെ ഉണ്ട്. അയ്യോ പോലീസ് മതി വാഴകള് ഈ വണ്ടി പെട്ടെന്ന് എടുക്കേ മാറ്. എന്തിന് ഇവന്മാർക്ക് ആരെ വേണം ഇടിച്ചു അടുപ്പിടിച്ച് പോലീസ് ഇതാ ഒരു ഗുണമില്ല. എൻ്റെ വണ്ടി മാറി നിന്നൊക്കെ പെട്ട ആൾക്കാരാണ്. മരം പൊളിഞ്ഞ് ഇവരൊക്കെ ട്രെയിനില്ലേ ട്രെയിൻ
ട്രെയിനോടൊന്ന് വരുന്നേ കാണത്തുള്ളൂ. നമുക്ക് തടഞ്ഞു നിർത്തിയിട്ട് കയറാം. ട്രെയിൻ കാണാനില്ല. പോകുന്നു. അയ്യോ ഗായ്സ്, ഈ ഇമാരൊക്കെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഒക്കെ ഞാൻ കൊന്നു തീർക്കുന്നു. എനിക്കൊരു സൈക്കോ ഉണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ സൈക്കോ മുഖം നിങ്ങളൊന്നും കണ്ടിട്ടില്ലടാ. ഇവിടെ നിർത്താം, എല്ലാത്തിനും തരാം. സ്വന്തം കൂട്ടുകാരൻ ഞാൻ കാണിക്കാറ്. ചാങ്കൈസ് വണ്ടി എടുക്കുക. വേറെ വണ്ടി, ഇവൻ്റെ വണ്ടി എടുക്കുക. വണ്ടി കയറി ചാവും. ഹെൽത്തില്ല. ആ ചത്ത്. വണ്ടി എടുക്കും. എസ്കേപ്പ് ആകും. നിൽക്കടിയാണ്. നമുക്ക് എവിടെ കയറി കളിക്കാം? നമുക്ക് ആ പുതിയ വീട്ടിൽ പോയി കയറി കളിക്കാം. വണ്ടി എടുത്ത് കളയാൻ ഉണ്ടാക്കാം. വണ്ടി എടുത്ത് റോഡിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അറിയത്തില്ലാത്തതൊന്നും നൈസായിട്ട് പോവാം. എവിടെ വീട്ടിൽ കയറി ഡ്രസ്സൊക്കെ മാറാം. തുറക്ക് സീസേ. ഓടിക്കോ ഗൈസ്. പോലീസ് പറഞ്ഞേ നാട്ടുകാരെ. ഗൈസ് കണ്ട എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഒളിച്ചിരിക്കും കാണാണ്ട്. എൻ്റെ അവിടെ ഇരിക്കാം. ഡ്രസ്സൊക്കെ മാറട്ടെ. നിക്കറാക്കാം. ഓക്കെ ഗൈസ്, ഇങ്ങനെ നമുക്കിനി ഒന്നും അറിയാത്ത പോലെ. എന്താ അവിടെ പുറത്തൊരു ഒച്ച? നമുക്കെന്തായാലും മുകളിലോട്ട്. അയ്യോ ചോരത്തിപ്പി ഞാൻ തുടച്ചളയും. കുഴപ്പമില്ല. ഈ സ്റ്റെപ്പ് ഇങ്ങനെ വെക്കണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. വെച്ചപ്പോഴാണെങ്കിലും തള്ളി അടിച്ച് വീഴുന്നു. കീറാ ഇവിടെ ഒളിക്കാനൊക്കെ വണ്ടിയൊക്കെ ആണ് ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാം കേട്ടാ. കാറൊക്കെ ഓടിച്ചിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാം. പൊളിയായിരിക്കും. ഇവിടെ കയറി കിടക്കാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? എന്താ ഫാൻ എല്ലാം കഴിഞ്ഞ് പോലീസൊക്കെ പോയി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീട്ടിലേ ഉള്ളൂ ഗൈസ്. ഇനി ഞാനെന്ന് പറഞ്ഞ് സുഖമായിട്ടൊന്ന് കയറിക്കിടന്ന് ഉറങ്ങട്ടെ. ഈ വീട്ടിൽ നിന്ന് നമുക്ക് മറ്റേ വീട്ടിലോട്ട് പോകണം. അതിന് പിന്നെ എപ്പോഴേയും പോയി അവിടെ പോലീസൊക്കെ വരും. എന്തുവാണോ വിളിച്ചമാർ? അവിടെ ആക്സിഡൻ്റ് ആണോ? ഗൈസ് അവിടെ ചെറിയ ആക്സിഡൻറ്റ്. കുഴപ്പമില്ല. അപ്പം AC ഓണാക്കട്ടെ. അതെ ഓണാക്കി ഗൈസ്. അപ്പം ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്തിട്ടും ഈ സാധനം ചൂടായിട്ടില്ല. ഇച്ചിരി പോലും ചൂടായിട്ടില്ല ഗൈസ്. ഈ മോട്ടോൻ്റെ ഫോണ് പൊള്ളി സാധനം. പൊള്ളി നല്ല കളറും സീൻ സാധനം കേട്ടോ. ഇത്രയും ഇതുണ്ടായിട്ട് ഇതിന് ചാർജ് ഇപ്പം എത്ര ഉണ്ട്? എത്ര ഉണ്ട്? ചാർജൊക്കെ 10 തീരത്തുള്ളൂ. ഞാൻ എടുത്തപ്പം 94 എന്തോ ഉണ്ടായിരുന്നു. പൊള്ളി സാധനം ഗൈസ്. അൾട്രാ പ്രോ മാക്സ് പൊളി. അപ്പം വാങ്ങിക്കുവാണെങ്കിൽ ഇത് വാങ്ങിക്കുക. അതിൻ്റെയൊക്കെ കൂളർ സിസ്റ്റങ്ങളൊക്കെ അങ്ങനെ പൊളി.
റെക്കോർഡറൊക്കെ ഇതൊക്കെ ഉണ്ടോ ഈ സാധനം. അപ്പോൾ ഇന്നത്തെ എടുത്തുള്ളൂ. ഞാൻ നല്ല സുഖമായിട്ടൊന്ന് വെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ കട്ടില്ല. ഇന്നത്തെ എടുത്തുള്ളൂ. അപ്പം അടുത്ത വിട്ട് വരുന്നവരെ സൈനിങ് ഔട്ട്.